രണ്ടാം ക്ലാസ്സിൽ ഇന്ന് നടന്ന ദുറൂസുൽ ഇഹ്സാൻ 29/1/2026 ഇന്ന് നടന്ന ദുറൂസിൻ്റെ വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണിത്. 50 മാർക്കാണ്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. 1. ശരിക്ക് ശരി എന്നും തെറ്റിന് തെറ്റ് എന്നും അടയാളപ്പെടുത്താം. അതിൽ ഒന്നാമത്തെ ചോദ്യം, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലുന്നു. അത് ശരിയാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലുന്നു, ശരി. രണ്ടാമത്തെ, നേരത്തെ ഉറങ്ങുന്ന പതിവ് എനിക്കില്ല. അത് തെറ്റാണ്. നേരത്തെ ഉറങ്ങുന്ന പതിവ് എനിക്കില്ല, അത് തെറ്റിടാം. മൂന്നാമത്തെ, ഞാൻ നേരത്തെ ഉണരാറില്ല. ഞാൻ നേരത്തെ ഉണരാറില്ല, അതും തെറ്റാണ്. നാലാമത്തെ, കൃത്യമായി നഖം മുറിക്കാറുണ്ട്. കൃത്യമായി നഖം മുറിക്കാറുണ്ട്, അത് ശരിയായ ശീലമാണ്, അതിന് ശരിയിടാം. 5. സലാം ചൊല്ലുന്ന പതിവ് എനിക്കുണ്ട്. അത് ശരിയിടാം. സലാം ചൊല്ലുന്ന പതിവ് എനിക്കുണ്ട്. 6. സത്യം പറയുന്ന ശീലം എനിക്കുണ്ട്. അത് ശരിയാണ്. സത്യം പറയുന്ന ശീലം എനിക്കുണ്ട്. 7. ഞാൻ ഉമ്മയെയും ഉപ്പയെയും അനുസരിക്കാറില്ല. അത് തെറ്റാണ്. ഞാൻ ഉമ്മയെയും ഉപ്പയെയും അനുസരിക്കാറില്ല, തെറ്റിടാം. പല്ലു തേക്കുന്ന ശീലം എനിക്കുണ്ട്. അത് ശരിയിടാം. പല്ല് തേക്കുന്ന ശീലം എനിക്കുണ്ട്, അത് ശരിയായ സ്വഭാവമാണ്. അടുത്തത്, യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. മിസ്വാക്ക് ചെയ്യുന്നു, മുഹമ്മദ്. ഇമാം മാലിക്. നഖം മുറിക്കുന്നു, എൻ്റെ ശീലമാണ്. മുഅല്ലിമൻ. ഒന്നാമത്തെ ചോദ്യം, ഞാൻ എല്ലാ വ്യാഴാഴ്ചയും നഖം മുറിക്കുന്നു. അതിൻ്റെ ഉത്തരം നഖം മുറിക്കുന്നു. 2. സലാം ചൊല്ലുന്നത് എൻ്റെ ശീലമാണ്. സലാം ചൊല്ലുന്നത് എൻ്റെ ശീലമാണ്. മൂന്നാമത്തെ, ഞാൻ എന്നും മിസ്വാക്ക് ചെയ്യുന്നു. ഞാൻ എന്നും മിസ്വാക്ക് ചെയ്യുന്നു. 4. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ പേര് മുഹമ്മദ്. മുഹമ്മദ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ പേര് മുഹമ്മദ്. 5. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദിൻ്റെ പേര് ഇമാം മാലിക്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഉസ്താദിൻ്റെ പേര് ഇമാം മാലിക്. 6. ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ. ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അടുത്തത്, പൂർത്തിയാക്കാം. ഒന്നാമത്തെ ചോദ്യം, ഉസ്താദുമാരെ ആദരിക്കുന്നവർ വലിയ വിജയം നേടും. അതിൻ്റെ ഉത്തരം വലിയ വിജയം നേടും. 2. ഉസ്താദുമാരുടെ അടുത്ത് വെച്ച് ശബ്ദം ഉസ്താദുമാരുടെ അടുത്ത് വെച്ച് ശബ്ദം ഉണ്ടാക്കരുത്. 3. മുഅ്മിനാവാൻ പരസ്പരം മുഅ്മിനാവാൻ പരസ്പരം സ്നേഹം വേണം. 4. റബ്ബിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ റബ്ബിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. 5. ഉറക്കം അള്ളാഹു നൽകിയ ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. 6. നഖം മുറിക്കൽ നല്ല ശീലമാണ്. അടുത്തത്, 2 എണ്ണം വീതം എഴുതാം. 2 എണ്ണം ഉത്തരം എഴുതണം. ഒന്നാമത്തെ, രാത്രി നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങളിൽ നിന്ന് 2 എണ്ണം ഇവിടെ എഴുതണം. അതിൻ്റെ ഉത്തരം, ആരോഗ്യം കൂടും, പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും, സന്തോഷമുണ്ടാകും, ഓർമ്മശക്തി കൂടും, പെരുമാറ്റം നന്നാവും. അതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം എഴുതിയ മാർക്ക് ലഭിക്കും. അടുത്ത ചോദ്യം, മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ. അതിൽ നിന്നും 2 എണ്ണം എഴുതിയാൽ മതി. അള്ളാഹു ഇഷ്ടപ്പെടും, ബുദ്ധി കൂടും, കാഴ്ചശക്തി കൂടും, വായ വൃത്തിയാകും. അതിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. അള്ളാഹു ഇഷ്ടപ്പെടും, ബുദ്ധി കൂടും, കാഴ്ചശക്തി കൂടും, വായ വൃത്തിയാകും. ഏതെങ്കിലും 2 എണ്ണം തെറ്റില്ലാതെ എഴുതിയാൽ മതി. അടുത്തത്, പൂരിപ്പിക്കാം. ഒന്നാമത്തെ, മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ വൃത്തിയാവുകയും ഇഷ്ടപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ വായ വൃത്തിയാവുകയും, അവിടെ എഴുതേണ്ട ആദ്യത്തെ വാക്ക് വായ വൃത്തിയാവുകയും, പിന്നത്തെ രണ്ടാമത്തെ റബ്ബ് ഇഷ്ടപ്പെടുകയും, മൂന്നാമത്തെ ചെയ്യുമെന്ന്
ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അവിടെ നിങ്ങൾ എഴുതേണ്ട 3 വാക്കുകൾ വായ, റബ്ബ്, ചെയ്യുമെന്ന്. റബ്ബ് ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കൂ. ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ എടുത്തെഴുതാം. ഒന്നാമത്തെ, മുസ്ലിങ്ങൾ പരസ്പരം പറയണം. ബ്രാക്കറ്റിലെ സലാം ബിസ്മി. മുസ്ലിങ്ങൾ പരസ്പരം പറയണം സലാം. മുസ്ലിങ്ങൾ പരസ്പരം സലാം പറയണം. 2, വൈകി ഉറങ്ങിയാൽ ഓർമ്മശക്തി ഡാഷ്. വൈകി ഉറങ്ങിയാൽ ഓർമ്മശക്തി കൂടും കുറയും. വൈകി ഉറങ്ങിയാൽ ഓർമ്മശക്തി കുറയും. വൈകി ഉറങ്ങിയാൽ ഓർമ്മശക്തി കുറയും. മൂന്നാമത്തെ, വൈകി ഉണർന്നാൽ നഷ്ടമാകും ഡാഷ്. ബറക്കത്ത് ബിസ്മി. വൈകി ഉണർന്നാൽ നഷ്ടമാകും ബറക്കത്ത്. ബറക്കത്ത് നഷ്ടമാകും. നീണ്ട നഖങ്ങൾക്കിടയിൽ വസിക്കും ഡാഷ്. നീണ്ട നഖങ്ങൾക്കിടയിൽ വസിക്കും. രോഗാണുക്കൾ ബറക്കത്ത്. ഉത്തരം രോഗാണുക്കൾ. നീണ്ട നഖങ്ങൾക്കിടയിൽ രോഗാണുക്കൾ വസിക്കും. ഈ ചോദ്യപേപ്പർ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും നന്നായി പരീക്ഷ എഴുതിയെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.